എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Divine support, determination, perseverance, splendor, nurture and joy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഈ ഒരു മാസം ദൈവാനുഗ്രഹം വളരെയധികം ഉള്ള ഒരു സമയം ആണ് എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തന്നെ, അതായത് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത, അതായത് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ അടുപ്പമുള്ള ആളുകളോടാണെങ്കിൽ പോലും മനസ്സിലുള്ളത് എന്തെന്ന് വ്യക്തമായിട്ട് തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ, നിങ്ങൾ എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ഇതുവരെ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത നിങ്ങളുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പല ആളുകളെ സംബന്ധിച്ച് കുറച്ചൊരു ഉൾവലിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാൻ ഇഷ്ടമുണ്ടാവും, അല്ലെങ്കിൽ നല്ല നല്ല കഴിവുകളുള്ള വ്യക്തികളായിരിക്കും. പക്ഷെ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഇന്ന കഴിവുള്ള വ്യക്തിയാണ് എന്നുള്ളത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആകാൻ ഒരു ഉൾഭയം നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു എനർജി, അതേപോലെ തന്നെ കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ പാസ്റ്റ് ഫെയിലിയേഴ്സ് ആയിരിക്കാം, അത് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്നെങ്കിലും സ്റ്റേജ് പെർഫോമൻസോ അങ്ങനെയൊക്കെ നടത്തുന്ന സമയത്ത് എന്തോ ചെറിയ അബദ്ധങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ പറ്റിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർ വീണ്ടും അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്നിട്ട് കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ പാസ്റ്റ് ഫെയിലിയേഴ്സ്, കഴിഞ്ഞുപോയ കാലത്തിൽ നിങ്ങൾ അത് തോൽവിയായിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത്. അതൊരു ഒരു ഒരു എന്താ പറയുക, എക്സ്പീരിയൻസ് ആയിട്ട് അതിനെ കണ്ടിട്ട് വീണ്ടും പരിശ്രമിക്കാം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കാം. കാരണം ഇവിടെ പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വീണ്ടും പ്രദർശിപ്പിക്കാൻ ഒരു മടി നിങ്ങളുടെ ഉള്ളിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഡിറ്റർമിനേഷൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതുവരെ വിചാരിക്കാത്ത പല കാര്യങ്ങളും, ശ്രമിക്കാത്ത പല കാര്യങ്ങളും ശ്രമിക്കാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പലരും ഒരു സ്ഥിരത ജീവിതത്തിലേക്ക് കൈവരിക്കുന്ന സമയമായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലുള്ള സ്ഥിരതയായിരിക്കും, ജീവിതത്തിൽ മറ്റു കാര്യങ്ങളിലുള്ളൊരു സ്ഥിരതയും ആവാം. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിതി നിങ്ങൾക്ക് കുറച്ച് പുറകോട്ടേക്കായിരുന്നു. സ്ഥിര വരുമാനമുള്ള ജോലി ഇല്ലാത്ത ആളുകൾ ടെമ്പററി പോസ്റ്റിലാണ്, ഇപ്പോൾ സർക്കാർ ഉദ്യോഗം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ടെമ്പററി പോസ്റ്റിലാണ്, സ്ഥിരതയായിട്ടില്ല, പെർമനൻ്റ് ആയിട്ടില്ലാത്തവരെ സംബന്ധിച്ച് ഒരു സ്ഥിരതയിലേക്ക് വരുന്നുണ്ടാവും. ജോലി സ്ഥിര വരുമാനമുള്ളൊരു ജോലിയിലേക്ക്, അല്ലെങ്കിൽ ചില പ്രൈവറ്റ് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രൊബേഷണറി പീരീഡുള്ളവർ സ്ഥിരത പെർമനൻ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് ശ്രമിച്ചിട്ട് ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നുണ്ട്. സർക്കാർ ജോലി തന്നെ വേണം എന്ന് ചിന്തിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കുറേ അധികം നാളുകളായിട്ട് ശ്രമിക്കുന്നവർക്ക് സർക്കാർ ജോലി ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്ത, ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയാം ഈ ഒരു മാസത്തിൽ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്ഥിരത, നമ്മൾ സെറ്റിലായി എന്ന് ചിന്തിക്കുന്ന കാര്യം എന്താണോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ സെറ്റിലാവുന്നു എന്ന് പറയാം. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് മാറി മാറി ജോലി ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നല്ലൊരു ഭേദപ്പെട്ട ജോലിയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്പൗസിനും രണ്ടു പേർക്കും സ്ഥിരമായിട്ടുള്ളൊരു ജോലി, അതിന് വീടൊക്കെ വാങ്ങിക്കാം എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഏതെങ്കിലും വിദേശ രാജ്യത്ത് നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കുന്നതിൻ്റെ ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റിവിറ്റിയും ഒക്കെ നിങ്ങൾ കാണുന്നു എന്നുള്ളത്
എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിലേക്കൊരു സ്ഥിരത വരുന്നു, അത് സാമ്പത്തിക സ്ഥിരതയാണെങ്കിലോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വീട്, അതായത് നമ്മളിപ്പോൾ പല വീടുകളിൽ മാറി താമസിക്കുന്നത് സ്ഥിരതയല്ല എന്ന് ചിന്തിക്കുന്നവരെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വാടക എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത്, ഒരു പക്ഷെ വാടകയ്ക്ക് താമസിച്ചാലും എവിടെയായാലും ലൈഫ് ഫ്രീ ആയിട്ട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് സ്ഥിരത എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യത്തിലായിരിക്കും. അതും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ്. പെർസീവറൻസ് ആണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ്. നന്നായിട്ട് പരിശ്രമിക്കുന്ന സമയമായിരിക്കും. വിദ്യാർത്ഥികൾ പൊതുവേ വലിയ രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പോലും അവർ പോലും പഠിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പഠിത്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും പൊതുവെ ആളുകളെല്ലാം എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പൊതുവേ ഇവിടെ മറ്റൊരു കാര്യം കൂടി, വളരെയധികം നിരന്തരമായിട്ട് നിരന്തര പരിശ്രമം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഈ മാസത്തിൽ പൊതുവെ, വിദ്യാർത്ഥികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും. അപ്പോൾ ഈ ഒരു ഏതൊരു കാര്യവും പെട്ടെന്ന് വിട്ടുകളയില്ല, ഗീവ് അപ്പ് ചെയ്യുന്നല്ല. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ നല്ലതാകുമ്പോഴും പ്രായമായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചില പ്രായമായിട്ടുള്ള വ്യക്തികൾ അവർ പറഞ്ഞ കാര്യത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്ന, അതായത് കുറച്ച് സ്റ്റബേണായിട്ട്, അതായത് ദുർവാശി കാണിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെ നടക്കുകയുള്ളൂ, ഒരു ചെറിയ വിട്ടുവീഴ്ച പോലും ചെയ്യാൻ പറ്റാത്ത, അതായത് പ്രായമായിട്ട് പഴയ കാലത്തെ ആളുകളൊക്കെ അവരെന്താണ് ചിന്തിക്കുന്നത് അതാണ് ശരി, അല്ലെങ്കിൽ അത് തന്നെ നടക്കുകയുള്ളൂ, ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഷാഠ്യം പിടിക്കുന്ന, ദുർവാശി പിടിക്കുന്ന സാഹചര്യം കൂടുതലായിട്ടും ഒത്തിരി പ്രായമായിട്ടുള്ളവർ തീരെ ചെറിയ കുട്ടികളിലുമാണ് കാണുന്നത്. അല്ലാത്തവരിലും ഇല്ലെന്നല്ല, പക്ഷേ ഈ ഒരു രീതി ആ ഒരു പ്രായത്തിൽ ചെന്നെത്തി, ഒരു 60 വയസ്സിന് മേലെ 6 വയസ്സിന് താഴെ ഉള്ളവരിലുമാണ് ഈ വാശി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ, കാരണം പെട്ടെന്ന് വിട്ടുകളയില്ല, അതുകൊണ്ട് വാശി പിടിച്ച് ആഗ്രഹിക്കുന്ന നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയും കണ്ടും ശ്രദ്ധിക്കുക. പിന്നെ സ്പ്ലെൻഡർ എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്ന സമയം, സാഹചര്യമൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതേപോലെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായി, ഇപ്പോൾ അത് ഒത്തിരിയും ഒരു ലക്ഷറി ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് നേടാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളതാണോ, ആവശ്യകതയാണോ അത് എന്ന് നോക്കാം. അതല്ല, ആവശ്യകതയല്ല, നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നുണ്ട്, എല്ലാ അർത്ഥത്തിലും നോക്കിയിട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലക്ഷറി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഐഫോൺ വാങ്ങിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അവർക്ക് ആ അവസ്ഥ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്നും ലക്ഷറി ആയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഒരു 10,000 രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ ഒരു ഐഫോൺ വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ എത്ര മാസങ്ങളുടെ ശമ്പളമായിരിക്കാം അത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ആഡംബരം കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ചിട്ട് കാണിക്കാൻ ശ്രമിക്കുക. ഫാമിലിയിൽ പൊതുവേ അതാണ് ഈ കുട്ടികളെ സംബന്ധിച്ച് പറയുന്നത്, വാശി പിടിച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വാശി ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് നിങ്ങൾ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ നിങ്ങളാണിത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പറയുന്നു. പിന്നെ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ചില ആളുകളിൽ. അപ്പോൾ ഈ ഒരു മാസം പൊതുവേ കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി സമയം ചിലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുടുംബത്തിലൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ വാശികളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുക എന്ന് മാത്രം. സന്തോഷവും ആ ഒരു അടുക്കും ചിട്ടയും കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ, അടുക്കും ചിട്ടയോടും ഉത്തരവാദിത്വത്തോടും കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സന്തോഷം നല്ല രീതിയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഒന്ന്. പിന്നെ കുട്ടികളിലുള്ള കുരുത്തക്കേടുകളൊക്കെ ആ പ്രായത്തിൻ്റേതായിട്ടുള്ളതായിട്ട് കണ്ട് ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്.
അതിപ്പോൾ പ്രായഭേദമന്യേ ആവാം. നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത്, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ് എന്നൊക്കെ കണ്ടെത്തുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്, സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ എന്താണ്, എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തണം, ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി കൂടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.